എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രതിഭ മേനോൻ. കുറേ നാളായി വീഡിയോ ചെയ്തിട്ട്. ഇപ്പോൾ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പാട്ടൊന്നും അല്ല കേട്ടോ. ഇന്ന് ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് കരോക്കെ ഗാനമേള എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? കരോക്കെ പാടുന്നവരും ഇപ്പോൾ വളരെ കൂടുതലായി വരികയാണ്. അത്യാവശ്യം പാടാൻ അറിയാവുന്നവരും ഒക്കെ കരോക്കെ ആണ് മെയിനായിട്ട് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ കരോക്കെ പാടുമ്പോൾ നിങ്ങൾ പലരും ശ്രദ്ധിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ കുറേ സ്ഥലത്ത് പോകുമ്പോൾ, അതായത് അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ, അമ്പലത്തിൽ പരിപാടി നടക്കുമ്പോഴും കുറേ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കരോക്കെ പാടുന്നത്, അതുപോലെ കല്യാണങ്ങൾക്ക് കുറേ ശ്രദ്ധിച്ചിട്ടുണ്ട്. കരോക്കെ പാടുമ്പോൾ കുട്ടികളായാലും വലിയ ആൾക്കാരായാലും ശ്രദ്ധിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട് അതിൽ. അപ്പോൾ കരോക്കെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ഒന്നും ഇല്ലാതെ, സ്റ്റേജിലാണെങ്കിൽ പോലും കരോക്കെ ഗാനമേളയാകുമ്പോൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ അകമ്പടിയോടെ തന്നെ പാടുന്ന ഒരു ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റായിട്ട് പാടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കൂടുതൽ പേരും ഇപ്പോൾ സ്റ്റേജുകളിലൊക്കെ പ്രൊഫഷണൽ ഗാനമേളകളൊക്കെ വളരെ കുറഞ്ഞു വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് കരോക്കെ ആകുമ്പോൾ കുറച്ച് ചിലവൊക്കെ കുറച്ച് ഗായകർ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത്. കുറേയൊക്കെ അമ്പലങ്ങളിലൊക്കെ അങ്ങനെയാണ് നടന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡയറക്റ്റ് നമ്മൾ പ്രൊഫഷണൽ ഗാനമേളയ്ക്ക് നമ്മൾ ഒരു പാട്ട് പാടുമ്പോൾ വളരെ വ്യത്യാസമുണ്ട്. കരോക്കെ പാടുമ്പോൾ രണ്ടാണ്. അതായത് കരോക്കെ പാടുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ എവിടെയൊക്കെ എന്തൊക്കെ സംഗതികളുണ്ട്, എത്ര പ്രാവശ്യം പാടണം, വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും വളരെ ശ്രദ്ധിച്ച് പാടേണ്ട ഒരു സംഭവമാണ് കരോക്കെ പാടുമ്പോൾ. എന്നാൽ പ്രൊഫഷണലായിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഗാനമേളയ്ക്ക് പാടുമ്പോൾ നമുക്ക് എവിടേക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഇൻസ്ട്രുമെൻറ്റിലൂടെ അവർ അത് കൈകാര്യം ചെയ്തു, അതായത് കീബോർഡ് വായിക്കുന്ന ആളോ അങ്ങനെ അവർ അത് കൈകാര്യം ചെയ്തു പോകും. അപ്പം നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാലും അത് അവിടെ നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്നർത്ഥം. പക്ഷേ കരോക്കെ ആകുമ്പോൾ നമുക്കത് കഴിയില്ല. നമ്മൾ തെറ്റുപാടിയാൽ അതങ്ങനെ തന്നെ അത് ശരിക്കും നമുക്ക് അറിയാൻ സാധിക്കും. ജനങ്ങൾക്ക്, അറിയുന്നവർക്കാണെങ്കിൽ അത് പെട്ടെന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ കരോക്കെ പാടുമ്പോൾ മെയിനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട് കരോക്കെ നമുക്ക് പാടാൻ പറ്റുന്ന ഒരു പാട്ട് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ അധികം നമ്മൾ വളരെ ഈ ബുദ്ധിമുട്ടായിട്ടുള്ള പാട്ടുകളൊക്കെ സെലക്ട് ചെയ്തിട്ട് നമ്മളത് പാടാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ചും കൂടി നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള പഴയ മെലോഡി അങ്ങനത്തെ ഉള്ള പാട്ടുകൾ നമ്മൾ ഈസി ആയിട്ട് പാടാൻ സാധിക്കുന്ന ഒരു കരോക്കെ ഗാനം ആദ്യം തന്നെ നമ്മൾ തിരഞ്ഞെടുത്തതിന് ശേഷം എൻ്റെ ഒരു സജഷനാണ് കേട്ടോ പറയണത്. നിങ്ങൾക്കിത് സ്വീകാര്യമാവാം, ആവാതിരിക്കാം, അതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ്. ഇത് എൻ്റെ ഒരു അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നു എന്ന് മാത്രം. ആദ്യമായിട്ട് നമ്മൾ പാട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് പാട്ടാണ് പാടാൻ പോകുന്നതെന്ന് വിചാരിച്ചാൽ ആ പാട്ട് നമ്മൾ കുറേ ഒരു 10 പ്രാവശ്യമെങ്കിലും നമുക്ക് ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ചെവിയിൽ വെച്ചിട്ട് ഒരു 10 പ്രാവശ്യമെങ്കിലും ആ പാട്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. നമ്മൾ കൂടെ പാടാതെ അവർ പാടുന്നത് മാത്രം ശ്രദ്ധിച്ച് അത് മാത്രം ഒരു 10 പ്രാവശ്യമെങ്കിലും അത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. അത്രയും കേട്ടതിന് ശേഷം അടുത്ത തവണ നമ്മൾ കൂടെ പാടാൻ ശ്രമിക്കുക. ഇപ്പോൾ അതായത് ഒരു ചിത്ര ചേച്ചിയുടെ ഒരു പാട്ടാണെങ്കിൽ ആ ചിത്ര ചേച്ചി പാടിയത് ഒരു 10 പ്രാവശ്യം നമ്മൾ ഹെഡ്സെറ്റ് വെച്ച് കേട്ടിട്ട് എവിടേക്കാണ് സംഗതികൾ, എത്ര പ്രാവശ്യം പാടുന്നുണ്ട്, എത്ര ഇതൊക്കെ വരുന്നുണ്ടെന്ന് നമുക്കറിയണമെങ്കിൽ നമ്മളത് വളരെ ഗൗരവപൂർവ്വം, വളരെ ശ്രദ്ധാപൂർവം കേട്ടിരിക്കേണ്ടതാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചതിന് ശേഷം അടുത്ത പ്രാവശ്യം നമ്മളൊന്ന് ജസ്റ്റ് കൂടെ പാടി നോക്കുക, ചിത്ര ചേച്ചിയുടെ കൂടെ പാടി നോക്കുക. അപ്പോൾ നമ്മൾ പാടുന്നതും ചിത്ര ചേച്ചി പാടുന്നതുമായിട്ട് എവിടെയാണ് വ്യത്യാസങ്ങൾ, എവിടെയാണ് സംഗതികൾ മാറുന്നതെന്നും എവിടെയാണ് നമ്മുടെ ശ്രുതി മാറുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾക്ക് തിരുത്തേണ്ട സമയമാണ്. എവിടേക്കാണ് നമ്മൾ പാടിയതെന്നുള്ളത് ആ തിരുത്തലുകൾ നമ്മൾ അടുത്തതിൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ കരോക്കെയിലേക്ക് പോവുക. മനസ്സിലായില്ലേ? ആദ്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കരോക്കെ അല്ലാതെ കൂടെ നമ്മൾ ഡയറക്റ്റായിട്ട് റെക്കോർഡിൻ്റെ കൂടെ നമ്മൾ പാടുക. അത് കഴിഞ്ഞ് അത്രയും നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ കരോക്കെയിലേക്ക് പോവുക. കരോക്കെയിലേക്ക് പോയി കഴിഞ്ഞിട്ട് എവിടെയാണ് നമ്മുടെ അത് തെറ്റുന്നത്, അപ്പം വല്ലാതെ തെറ്റുകൾ നമുക്ക് സംഭവിക്കില്ല. ഇത്രയും നമ്മൾ പാടി കേട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ കരോക്കെയിലേക്ക് പോകുന്നത് അല്ലേ? അപ്പോൾ നമുക്കവിടെ
വലിയ കുഴപ്പങ്ങളില്ലാതെ പാടാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇത്രയും കേട്ടതിന് ശേഷം നിങ്ങൾക്കത് എത്ര പ്രാവശ്യം പാടണം എന്നൊക്കെ നമുക്ക് ആ കരോക്കെ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ കരോക്കയിലാണെങ്കിൽ വരികൾ ജസ്റ്റ് അതിന് മുമ്പായിട്ട് ഇങ്ങനെ ഇതായിട്ട് വരും. ഇപ്പോൾ നമ്മൾ സ്റ്റാർ മേക്കറിലും സ്മ്യൂളിലൊക്കെ പാടുമ്പോൾ നമുക്കറിയാം വരികൾ ഇങ്ങനെ അതിന് ജസ്റ്റ് മുമ്പായിട്ട് ഇങ്ങനെ വരികൾ ഇങ്ങനെ നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് അല്ലേ. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും എവിടെയാണ് പാടേണ്ടത് എന്നുള്ളത് ഐഡിയ ശരിക്കും നമുക്കത് കിട്ടുന്നതാണ്. അപ്പം അത് വളരെ ഒരു ഉപകാരമാണത്. അപ്പോൾ അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് എല്ലാവരും പാടുക. എല്ലാവർക്കും ഇപ്പോൾ കരോക്കെ ജസ്റ്റ് ചെറുതായിട്ട് പാടുന്നവർക്ക് പോലും കരോക്കെ പാടാനുള്ള ഒരു ആഗ്രഹങ്ങളും ഇതൊക്കെ ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ. അപ്പോൾ അത് വളരെ ഒരു ഉപകാരപ്രദമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ പാടുകയാണെങ്കിൽ. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ഒരു പാട്ട് കേട്ട് രണ്ടാമത്തെ പ്രാവശ്യം അത് കരോക്കയിലേക്ക് സെറ്റ് ചെയ്യാൻ നോക്കിയാൽ നടക്കില്ല. അത് നമുക്ക് ഫെയിലർ ആവുകയുള്ളൂ. അത് നമ്മൾ എത്ര ശ്രമിച്ചാലും നടക്കില്ല. അപ്പോൾ പലവരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, കരോക്കെ പാടുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണെന്ന് കുറേ പേരിങ്ങനെ ഞാൻ യൂട്യൂബിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സജഷൻസ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഞാൻ പ്രൊഫഷണലായിട്ട് പാടിക്കൊണ്ടിരുന്ന ആളാണ്. പിന്നെ ഞാൻ മിമിക്സ് ഗാനമേളയ്ക്കും പോയിക്കൊണ്ടിരുന്ന ആളായിരുന്നു. മിമിക്സ് ഗാനമേള എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അറിയുന്നവർക്കറിയാം കേട്ടോ. മിമിക്സ് ഗാനമേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിമിക്രി താരങ്ങൾ അവരുടെ വായ കൊണ്ട് ഇൻസ്ട്രുമെൻറ്റ് മീട്ടുന്ന രീതിയാണ്. അതായത് ഇപ്പോൾ കീബോർഡാണെങ്കിൽ അവർ വായ കൊണ്ട്, വയലിനാണെങ്കിൽ അത് വായ കൊണ്ട്, അങ്ങനെ ഒരു 5-6 പേര് ഡിഫറൻ്റായിട്ട് തബല വായിക്കുന്ന ഒരാൾ, അങ്ങനെ അവരുടെ വായ കൊണ്ട് അവർ ഇൻസ്ട്രുമെൻ്റ് വായിച്ചിട്ട് ഒരാൾ പാടാനും ഉണ്ടാവും. അങ്ങനെയാണ് മിമിക്സ് ഗാനമേളയ്ക്ക് ഒരു കാലത്ത് ഭയങ്കര ഒരു പോപ്പുലറായിരുന്നു. മിമിക്സ് ഗാനമേള എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പോപ്പുലറായിരുന്നു. ഞാനൊക്കെ അതിൽ ഒത്തിരി പ്രാവശ്യം പാടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രുതിയായിരുന്നു. ശ്രുതി നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ, കാരണം ഈ വായിക്കുന്നവർ ശ്രുതി കറക്റ്റായിട്ടായിരിക്കും വായിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ എവിടെയെങ്കിലും നമുക്കൊന്ന് പിഴച്ചു കഴിഞ്ഞാൽ ആ ശ്രുതി മൊത്തം പോകും. അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അത് വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെയായിരുന്നു എന്നുള്ള പാട്ടുകാരൊക്കെ പാടിയിരുന്നു, കുറേ പേര് പാടിയിരുന്നു എന്നൊക്കെ. വളരെ പോപ്പുലറായിരുന്നു മിമിക്സ് ഗാനമേള എന്ന് പറഞ്ഞാൽ, അതറിയുന്നവർക്കറിയാം. അപ്പം അതിനേക്കാളും ഇപ്പോൾ കൂടുതൽ പേര് ഇപ്പോൾ ക്ഷേത്രങ്ങളിലും ഒക്കെ എല്ലാവരും ചിലവ് കുറയ്ക്കാനുള്ള, അതായത് ഒരു ഫുൾ ഗാനമേള സെറ്റിനെ വിളിക്കുമ്പോഴുള്ള ആ ഒരു ചിലവിനേക്കാളും അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കരോക്കെ ഗാനമേള സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4-5 ഗായകർ മാത്രം മതി. കരോക്കെ ആണെങ്കിൽ അവർ കൊണ്ടുവരികയും ചെയ്യും അല്ലേ. അങ്ങനെയാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും നടക്കുന്നത്. അപ്പം അങ്ങനെ കുറേ പേരുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ തെറ്റുപാടുന്നത്, സംഗതികൾ മാറിപ്പോണത്. സംഗതികൾ പോട്ടെ, 1 പ്രാവശ്യം 2 പ്രാവശ്യം എന്നുള്ളത് ചിലവർ 1 പ്രാവശ്യം പാടി അടുത്തത് ഇങ്ങനെ പെട്ടെന്ന് തുടങ്ങാൻ പറ്റാതെ വരിക. അതായത് ബാക്ക്ഗ്രൗണ്ട് പാടിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് തുടങ്ങാൻ പറ്റാതെ ചിലവർ വൈകിപ്പോവും, ചിലവർ നേരത്തെ പാടിപ്പോവും. അപ്പോൾ അതൊക്കെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ ഞാൻ പറഞ്ഞ മെത്തേഡ് എല്ലാവരും ഒന്ന് കേട്ട് സ്വീകരിച്ച് നോക്കുക. എല്ലാവർക്കും ഉപകാരമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും കരോക്കെ പാടി എല്ലാവരും നല്ല ഒരു രീതിയിലെത്തട്ടെ, എല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ, ഉയരങ്ങളിലേക്ക് എല്ലാവരും എത്തട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട്, അപ്പോൾ എൻ്റെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്രതിഭ മേനോൻ എന്ന ചാനൽ എല്ലാവരും കാണുക. ഷോർട്സ് ആൻഡ് വീഡിയോസ് ഇഷ്ടംപോലെ ഉണ്ട്, എല്ലാവരും കാണുമെന്നുള്ള വിശ്വാസത്തോടെ എല്ലാവർക്കും ബൈ.